എല്ലാവർക്കും യൂട്യൂബ് ചാനൽ വാസ്തു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്സ് പിതൃ ദോഷത്തിനെ പറ്റിയിട്ട്. പിതൃ ദോഷമില്ല വീട്ടിൽ എങ്ങനെയുണ്ടാവും, അതാണ് ഇന്നത്തെ ടോപ്പിക്. പിതൃ ദോഷം എങ്ങനെയാണ് മനസ്സിലാവുക? നമ്മളെ വീട്ടിൽ പിതൃ ദോഷം ഉണ്ടോയെന്ന് എങ്ങനെ മനസ്സിലാവുക? പിതൃ ദോഷമില്ല വീട്ടിൽ പിതൃക്കളെ ചില ദിവസങ്ങളുണ്ട്. ഒന്ന് 4, 4, ഒന്ന് 14, ഒന്ന് 22, ഒന്ന് 24. ഈ 4 നമ്പർ വരുന്നത് പിതൃക്കളെ നമ്പറാണ്. നെഗറ്റീവ് നമ്പർ ഈസ് 4. നിങ്ങളെ ഡേറ്റ് കലണ്ടറിൽ നിങ്ങൾ നോക്കിയാൽ മതി. 4ാമത്തെ നമ്പർ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് 101% നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. പിതൃദോഷമില്ല വീട്ടുകാർ. രണ്ടാമത്തെ കാര്യം, പിതൃദോഷമില്ല വീട്ടിൽ ഓക്സിജൻ കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. പിതൃദോഷമില്ല വീട്ടിൽ സൗത്ത് വെസ്റ്റിൽ ഒന്നിക്കൽ വിൻഡോസ് ഉണ്ടാവും. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒന്നിക്കൽ വിൻഡോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോർ ഉണ്ടാവും. ഈ വക കാര്യങ്ങൾ സൗത്ത് വെസ്റ്റിൽ ഉണ്ടാവും. ചില വീട്ടിൽ പിതൃദോഷമില്ല വീട്ടിൽ സൗത്ത് വെസ്റ്റിൽ അണ്ടർഗ്രൗണ്ട് ടാങ്ക്, സെപ്റ്റിക് ടാങ്ക്, അല്ലെങ്കിൽ ബോറിങ്, അല്ലെങ്കിൽ കിണർ, അല്ലെങ്കിൽ വള്ളത്തിൻ്റെ പല ഓർണമെൻറ്റ്സ്, വാട്ടർ ഫ്ലോ, ഫിഷ് ടാങ്ക്, അല്ലെങ്കിൽ വാട്ടർ സീനറി, ഈ വക കാര്യങ്ങളുണ്ടാവും പിതൃദോഷമില്ല വീട്ടിൽ. മൂന്നാമത്തെ കാര്യം, പിതൃദോഷമില്ല വീട്ടിൽ സൗത്ത് വെസ്റ്റ് എപ്പോഴും താഴോട്ടായിരിക്കും. മറ്റുള്ള റൂമിൽ നിന്ന് താഴോട്ടായിരിക്കും സൗത്ത് വെസ്റ്റ്, ഡീപ്പായിരിക്കും. നാലാമത്തെ കാര്യം, പിതൃദോഷമില്ല വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജാല ഭയങ്കരമായിരിക്കും. ജാല എന്ന് പറഞ്ഞാൽ സ്പൈഡർ വെബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല്ലിയും ഇഷ്ടംമാതിരി കാണാൻ പറ്റും പിതൃദോഷമില്ല വീട്ടിൽ. അഞ്ചാമത്തെ കാര്യം, പിതൃദോഷമില്ല വീട്ടിൽ കുറേ പർച്ചേസിങ് സാധനം ഇഷ്ടംമാതിരി അവിടെ ഇവിടെയെല്ലാം പർച്ചേസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. കുറേ ബാഗ്, പൊട്ടിയ ബാഗ്, പിന്നെ പൊട്ടിയ സാധനം, പിന്നെ മൂർത്തികൾ, പല പല മൂർത്തീസ്, അതെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ടെല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ കുറേ ഫണ്ണി ഐറ്റംസ്, ഈ റോട്ടിലെല്ലാം കാണുന്ന ചെറിയ ചെറിയ ഫണ്ണി ചെറിയ ചെറിയ ഐറ്റംസ്, ഈ വക കാര്യങ്ങൾ ഈ വീട്ടിൽ കാണപ്പെടാറുണ്ട്. അഞ്ചാമത്തെ കാര്യം, പിതൃദോഷമുള്ള വീട്ടിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കേട് വന്നിട്ട് അതങ്ങനെ നോ റിപ്പയറബിൾ കണ്ടീഷനിൽ അത് അവിടെ കിടക്കുന്ന കാണാം. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നിക്കൽ ക്ലോക്ക്, വാച്ച്,
ഇതെല്ലാം കേട് വന്നിട്ട് അതങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആറാമത്തെ കാര്യം, പിതൃദോഷമുള്ള വീട്ടിൽ ഈശ്വരൻ്റെ ഫോട്ടോസ് വെക്കേണ്ട സ്ഥാനം പല രീതിയിലായിരിക്കും, പല സ്ഥലത്തായിരിക്കും ഈശ്വരൻ്റെ ഫോട്ടോ കാണുന്നത്. ഒരു സ്ഥലത്ത് ശരിയായിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പല സ്ഥലത്തായിരിക്കും പല ഫോട്ടോസും പല കാര്യങ്ങളും. പിന്നെ ആറാമത്തെ കാര്യം, പിതൃദോഷമുള്ള വീട്ടിൽ കീടിയ ബെഡ്ഷീറ്റ്, കീടിയ ഷർട്ട്, പാൻറ്റ്, കീടിയ ഈ വക കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റും. ഏഴാമത്തെ കാര്യം, പിതൃദോഷമുള്ള വീട്ടിൽ വൃത്തി മനാറ് വളരെ കുറവായിരിക്കും. ഒന്നിനും ഈ വീട്ടിലത്തെ കൂട്ടർക്ക് ഉത്സാഹം ഉണ്ടാവില്ല, വൃത്തിയാക്കിയതിന് ഉത്സാഹം ഉണ്ടാവില്ല, ക്ലീൻ ചെയ്യാൻ ഉത്സാഹം ഉണ്ടാവില്ല. ഏത് നേരം ഏർലി മോർണിംഗ് എണീക്കാൻ ഉത്സാഹം ഉണ്ടാവില്ല. ബസ് ഭക്ഷണം കഴിക്കാൻ കിടക്കാൻ, ഭക്ഷണം കഴിക്കാൻ കിടക്കുക, ഭക്ഷണം കഴിക്കാൻ കിടക്കുക, എൻജോയ് ചെയ്യുക, ബസ്. ഇത് തന്നെ. വീട് സംബന്ധമായിട്ട് യാതൊരു ചിന്ത ഉണ്ടാവില്ല അവർക്ക്. പിന്നെ അവർ ചെയ്യുന്നതെല്ലാം, അവർ തിങ്ക് ചെയ്യുന്നത് ഫുൾ നെഗറ്റീവ് ഫണ്ണി തിങ്ക് ആയിരിക്കും, നെഗറ്റീവ് തിങ്ക് ആയിരിക്കും. അപ്പോൾ അവർ പിതൃദോഷമുള്ള വീട്ടുകാർ അങ്ങനെയാണ്. പിന്നെ പിതൃദോഷമുള്ള വീട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ടാവും, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ഈ വക കാര്യങ്ങൾ. അപ്പം ഞാനൊരു ചെറിയൊരു സജഷൻ ഞാൻ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ വീട്ടുകാർ അവർ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ അവർക്ക് പൈസയും വളരെ കുറവായിരിക്കും, പൈസേൻ്റെ വരവും വളരെ കുറവായിരിക്കും, പൈസയും ഉണ്ടാവില്ല, ജോലി നഷ്ടപ്പെടും, ശത്രുത കൂടും, ഏട്ടൻ അനിയന്മാർ വിട്ടുപോകും, കുടുംബങ്ങൾ അകലും. ഈ വീട്ടിൽ ലാസ്റ്റിൽ പിന്നെ വരുന്നത് 1-2 പേരായിരിക്കും. ആ 1-2 പേര് ലാസ്റ്റിൽ സൂക്കേട്, പല സൂക്കേട് വന്ന് അതും നശിച്ചു പോകുന്ന, പിതൃദോഷത്തിൽ അതും നശിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വാസ്തുപരമായിട്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, സൗത്ത് വെസ്റ്റിൽ ഡോർ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, വളരെ പ്രോബ്ലം തരും ക്ലോസ് ചെയ്യാമെങ്കിൽ. പക്ഷെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവർ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട് ഡെയിലി വിളക്കത്തിച്ച് ഈശ്വരനോട് മുകളിൽ നോക്കിയിട്ട്, ആകാശത്തിൽ നോക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, പിതൃക്കളായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീട്ടുകാർ ചെയ്യേണ്ട കാര്യം, ആകാശത്തിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. ആകാശത്തിൽ നോക്കിയിട്ട്
ഈശ്വരനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. അതാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഉപായം. അവിടെ വീട്ടിൽ ഈശ്വരൻ ഇരിക്കുന്ന പീഠത്തിൻ്റെ മുകളിൽ വരെ പിതൃക്കളായിരിക്കും. അവിടെ വീട്ടിൽ ഈശ്വരൻ വരില്ല. ഒന്നാമത്തെ കാര്യം. അപ്പം അവർ ആകാശത്തിൽ നോക്കിയിട്ട് 2 കൈ ഇങ്ങനെ കാട്ടിയിട്ട് ആകാശത്തിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കണ്ടേ? ഞങ്ങളെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈശ്വര നമ്മളോട് പൊറുക്കണേ. പിതൃക്കള നമ്മളെ കുടുംബത്തിലെ പിതൃക്കൾക്ക് അവർ അങ്ങയുടെ സ്വർഗലോകത്തിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ടി പുനർജന്മം, അവിടെ ദോഷങ്ങളെല്ലാം മാറ്റി അവരുടെ പാവങ്ങളെല്ലാം നീക്കി അവർക്ക് പുനർജന്മം നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ഡെയിലി ഈ വക കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങളെ വീട്ടിലത്തെ പിതൃദോഷം ശാന്തമാണ്. പിന്നെ ബ്ലാക്ക് ഔട്ടിൻ്റെ ദിവസം, കർത്തവാവിൻ്റെ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെക്കുന്ന അരിയിൽ ചോറ്റിൽ കറുത്ത എള്ള് ഇട്ട് അത് കുഴച്ച് നിങ്ങളെ സൗത്ത് സൈഡ്, സൗത്തിൽ കമ്പോസ് വെച്ചിട്ട് നോക്കാം സൗത്ത് എവിടെയാണ് കറക്റ്റ്. നോർത്തിൽ 0 ഡിഗ്രി വെച്ചിട്ട് നോർത്ത് ചോപ്പ് ഇൻഡിക്കേഷൻ 0 വെച്ചിട്ട് സൗത്ത് എവിടെയാണ് വരുന്നത് ആ സൗത്ത് സൈഡിൽ നിങ്ങൾ പിണ്ടദാനം വെക്കാമെങ്കിൽ പിണ്ടം നിങ്ങൾക്ക് ദാനം വെച്ച് നിങ്ങളെ പൊടുവിയ മരണപ്പെട്ട അച്ഛനമ്മ മാമന്മാർ ആരെല്ലാം മരണപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമെങ്കിൽ നിങ്ങളെ വീട്ടിലത്തെ പിതൃദോഷം കുറഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങൾ എല്ലാ സെലിബ്രേഷനിലും നിങ്ങൾക്ക് പിതൃദോഷമില്ല വീട്ടുകാർ എല്ലാ സെലിബ്രേഷനിലും നിങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടത് പിതൃക്കൾക്ക്. അല്ലെങ്കിൽ നിങ്ങളെ സെലിബ്രേഷൻ അവിടെ ഭംഗം, അതിൽ എന്തെങ്കിലും ബാധ വരും. ഇപ്പം നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്നത് പിതൃക്കൾ, എന്നിട്ട് പിന്നെ ബർത്ത്ഡേ പാർട്ടീസ്, എന്നിട്ട് പിന്നെ ഈശ്വരന് കത്തിക്കാം. പിതൃക്കളെ വീട്ടിൽ പിതൃക്കളെ തന്നെ ഉണ്ടാവുക, ഈശ്വരൻ ഉണ്ടാവില്ല ഈ വീട്ടിൽ. അപ്പോൾ ആദ്യം പിതൃക്കൾക്ക് കൊടുക്കും. എന്തുകൊണ്ടറിയാം? നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ലത് കൊടുത്തിട്ടില്ല, അവിടെ സാറ്റിസ്ഫാക്ഷൻ അല്ല. ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല? ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടില്ല അവർക്ക്. അപ്പം ഇത് ആദ്യം നിങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മുതിർന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മുതിർന്ന വ്യക്തികളെ ആദ്യം ശുശ്രൂഷിക്കുക. അവിടെ സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുള്ളൂ. നിങ്ങളെ ജീവിതത്തിൽ മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അവർക്ക് എന്താ വേണ്ടത് അത് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാനിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ടോപ്പിക്സിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.